ചെയ്യുന്നതെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. വിത്ത് പരിചരണം എന്ന് പറഞ്ഞാൽ വിത്തിനെ നമ്മൾ ജൈവ കീടാണുവളങ്ങളായിട്ടുള്ള റൈസോബാക്ടർ, അസോസ്പൈറലും അസെപ്റ്റോബാക്ടർ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സസ്യരോഗത്തിന് നിയന്ത്രണ മാർഗ്ഗങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ്, ട്രൈക്കോഡർമ മുതലായവ ഉപയോഗിച്ച് നമ്മൾ വിത്തിനെ പുരട്ടി ഒരാവരണം ഉണ്ടാക്കും. അതിനുശേഷമാണ് നമ്മൾ ആ വിത്ത് നടുന്നത്. അങ്ങനെ ചെയ്താൽ സസ്യങ്ങൾ ഭയങ്കര ആരോഗ്യമുള്ളതായിട്ട് വളരുകയും നമ്മുടെ ഉൽപ്പാദനം കൂടുകയും ചെയ്യും. അതിപ്പോൾ ഇവിടെ ഇന്ന് മൂന്ന് രീതിയിൽ നമുക്ക് അവർക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അസെപ്റ്റോബാക്ടർ എന്ന് പറയുന്നൊരു ജീവാണുവളമാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അന്തരീക്ഷ നൈട്രജന് സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന അസെപ്റ്റോബാക്ടർ എന്ന് പറയുന്നൊരു ബാക്ടീരിയ ഉൾപ്പെടുന്ന ഒരു ജൈവവളമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പച്ചക്കറികൾ, അതേപോലെ തന്നെ തോട്ടവിളകൾ, അതേപോലെ ഏകദേശം എല്ലാ വിളകൾക്കും ഇത് അനുയോജ്യമാണ്. ഇത് ഉപയോഗിക്കുന്ന വഴി നമുക്ക് ഏകദേശം ഒരു 10 മുതൽ 20% നൈട്രജൻ നമുക്ക് കൃഷിയിടത്തിൽ ലാഭിക്കാം. അതുപോലെ തന്നെ ഒരു 20% കൃഷികളുടെ ഉൽപ്പാദനക്ഷമത നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു 10 ഗ്രാം അസെപ്റ്റോബാക്ടർ എടുക്കുക. അതേപോലെ തന്നെ ഇവിടെ ഇപ്പം ഇതിൻ്റെ ബോട്ടിൽഗണിൻ്റെ വിത്ത് എടുത്തിട്ടുണ്ട്. 10 ഗ്രാം അസെപ്റ്റോബാക്ടർ ഇതിൻ്റെ വിത്തിൽ നമ്മൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ശർക്കര ലായനി ഉപയോഗിച്ചിട്ട് നമ്മൾ അത് യോജിപ്പിക്കുക. അതെന്ന് വെച്ചാൽ പശപ്പശപ്പ് കിട്ടാനാണ് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത്. ശേഷം ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കാൻ പാടില്ല, തണലിച്ച് വെച്ചിട്ട് ഉണക്കണം. അതിന് ശേഷം നമുക്ക് ഈ വിത്തുകൾ ഉപയോഗിക്കുക. അടുത്തതായിട്ട് സ്യൂഡോമോണാസ്. അടുത്തൊരു വിത്ത് പരിചരണ മാർഗ്ഗമാണ് സ്യൂഡോമോണാസ്. സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് ഒരു മിത്ര ബാക്ടീരിയ ആണ്. അത് നമ്മുടെ പച്ചക്കറി വിളകളായ പച്ചമുളക്, തക്കാളി, വെണ്ട, വഴുതിന ഇതിനെല്ലാം വരുന്ന പല രോഗങ്ങളുണ്ട്. ഇപ്പോൾ വാട്ടരോഗം, കടചീയുന്ന രോഗങ്ങൾ, പിന്നെ അതുപോലെ പയറുവർഗ്ഗത്തിനുള്ള തണ്ട് ചീയൽ, കുരുമുളകിനുള്ള ദ്രുതവാട്ടം, ഇങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി വളരെ നല്ലൊരു ഫലപ്രദമായ മാർഗ്ഗമാണ് സ്യൂഡോമോണാസ് വിത്തിൽ പുരട്ടി ഉപയോഗിക്കുന്നത്. ഈ സ്യൂഡോമോണാസ് ഇതുപോലെയുള്ള പാക്കറ്റിൽ വെള്ളപ്പൊടിയായിട്ടാണ് ലഭിക്കുന്നത്. 1/2 കിലോ പാക്കറ്റിന് 45 രൂപയാണ് വില. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ചോളത്തിൻ്റെ വിത്താണ്. അത് 1 കിലോ വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണാസ് എന്ന അളവിലാണ് നമ്മൾ ചേർക്കുന്നത്. ഗ്രാം സ്യൂഡോമോണാസ് എടുത്ത് തലേന്നത്തെ കഞ്ഞിവെള്ളത്തിൽ പേസ്റ്റ് രൂപത്തിലാക്കുക. കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം വിത്തുമായി പുരട്ടി നല്ലപോലെ മിക്സ് ചെയ്യുക. ചെയ്ത് കാണിക്കുന്നത് റൈസോബിയം എന്ന് പറയുന്ന ജീവാണുവാണ്. ഇത് മണ്ണിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ്. ഇതിൻ്റെ കൾച്ചർ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു 1/2 കിലോഗ്രാമിൻ്റെ പാക്കറ്റിന് 45 രൂപയാണ് വില. അപ്പം ഇത് പയറിലാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പയർ വിത്തുകളിൽ നിങ്ങൾക്കറിയാലോ, നൈട്രജൻ മണ്ണിൽ ഫിക്സ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പം പയറിൽ ഇതിൻ്റെ ഒരു ആവരണം തീർത്തുകൊണ്ട് നമ്മൾ വിത്ത് ഇടുകയാണെങ്കിൽ നൈട്രജൻ ഒരു 50 തൊട്ട് 70% വരെ നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഇത് 1 കിലോ വിത്താണ് എടുത്തിരിക്കുന്നത്. 1 കിലോ വിത്തിൽ 20 ഗ്രാം റൈസോബിയം എന്ന തോതിലാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. നമുക്ക് കുഴമ്പ് രൂപത്തിലാക്കാനായിട്ട് വെള്ളം അഥവാ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ്.
ഈ വിത്തുകൾ ഇങ്ങനെ കുഴുമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം ഒരു തുണിയിലോ കടലാസിലോ വിതറി അത് തണലത്തിട്ട് ഉണക്കണം. ഡയറക്റ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശം വിത്തിലേൽക്കാൻ പാടുള്ളതല്ല. തണലത്ത് വെച്ചിട്ട് ഉണക്കാം.